നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 പെൺകുട്ടികളെയുമായി അമ്മമാർ കൗൺസിലിങ്ങിന് വരികയുണ്ടായി. 2 പേരിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ചില സാമ്യതയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് പങ്കുവയ്ക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠനത്തിന് ശേഷം ക്ലാസ്മേറ്റ്സ് കൂടി ഒരു ഉല്ലാസയാത്രയ്ക്കായി പോവുകയാണ്. ആദ്യമെല്ലാം ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല, വിടില്ല. എന്നാൽ കൂട്ടുകാർ വീട്ടിൽ വന്ന് അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും അമ്മ എന്നിട്ടും അനുവാദം കൊടുക്കാതിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായത്രേ, ഇനി എത്ര നാളാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ എങ്ങും വിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ലോകത്തിൽ പോയി ജീവിക്കാൻ പഠിക്കട്ടെ. അച്ഛൻ്റെ ആ ഒരു ഉറപ്പുമേൽ ഈ പെൺകുട്ടിയെ ഉല്ലാസയാത്രയ്ക്കായിട്ട് അയക്കുകയായി. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അടങ്ങുന്ന ഒരു സംഘം കേരളത്തിൻ്റെ ഒരു സുപ്രധാനമായ വിനോദ യാത്രാ കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. വൈകുന്നേരം വരെ അവിടെ യാതൊന്നും സംഭവിച്ചില്ല. പെൺകുട്ടിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വൈകിട്ട് ഒരു ഡ്രിങ്ക്സൊക്കെ എടുത്ത് അല്പം സന്തോഷകരമായ സമയങ്ങളെല്ലാം ചിലവഴിക്കുകയുണ്ടായി. എന്നാൽ ഈ പെൺകുട്ടി പറയുകയാണ്, കേരളത്തിന് വെളിയിൽ ജനിച്ചു വളർന്ന ഞാൻ സ്വതവേ നല്ല ധൈര്യശാലിയാണ്. എല്ലാ അനുഭവങ്ങളെയും അഭിമുഖീകരിക്കാൻ വേണ്ട ആത്മവിശ്വാസവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മയക്കത്തിൽ, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കൂടെ ഉണ്ടായിരുന്ന 2 ആൺകുട്ടികളും അവരുടെ ഒരു സുഹൃത്തും ഈ പെൺകുട്ടിയെ മാറി മാറി ദുരുപയോഗം ചെയ്യുകയുണ്ടായി. വലിയ ഒരു ട്രോമയിലേക്ക് കടന്നുപോയ ഈ കുട്ടി 2 ദിവസത്തേനുള്ള ഉല്ലാസയാത്ര വേണ്ട എന്ന് വെച്ച് അടുത്ത ദിവസം തിരികെ വീട്ടിലെത്തുകയുണ്ടായി. ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സ നേടി ഏകദേശം 1 വർഷമായിട്ട് കൂടെ ഈ ഒരനുഭവത്തിൽ നിന്ന് പഠിക്കാൻ മുന്നോട്ട് സാധിക്കാതിരിക്കുന്ന അനുഭവങ്ങൾ, സ്വന്തം പിതാവും സഹോദരനും അടുത്തു വരുമ്പോൾ പോലും ഭയത്തോടെ അകന്നു മാറുന്ന പെരുമാറ്റ രീതികൾ, ഇതെല്ലാം കണ്ട അമ്മയാണ് ഈ പെൺകുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തതിന് ശേഷം കൗൺസിലിങ്ങിനായി കൊണ്ടുവന്നത്. 2ാമത്തെ കുട്ടിയുടെ അനുഭവവും വിഭിന്നമല്ല. അടുത്ത ബന്ധുവായ 2 ആൺകുട്ടികൾ ഒരു വിവാഹ സൽക്കാര വേളയിൽ ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു രാത്രി ഒന്നിച്ച് കഴിയാനിടയായപ്പോൾ ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തതിൻ്റെ ആക്ഷേപവുമായിട്ടാണ് പെൺകുട്ടി കൗൺസിലിങ്ങിനായി എത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, കാലം എത്ര പുരോഗമിച്ചാലും ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റം വരാറില്ല. സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ചേ മതിയാവൂ. ധൈര്യമൊക്കെ യാതൊരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ഇതുകൊണ്ടാണല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രായമായ മനുഷ്യർ അമ്മ വീടുകളിലോ ബന്ധുവീടുകളിലോ പെൺകുട്ടികളെ അയക്കാൻ തയ്യാറാകാഞ്ഞതും സ്വന്തം സഹോദരങ്ങൾക്കൊപ്പം പോലും ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നതും. കാലം എത്ര പുരോഗമിച്ചോട്ടെ, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്പമൊക്കെ മാറ്റം നമ്മുടെ ചിന്താഗതികളിൽ ഉണ്ടാകണം. എന്നിരുന്നാലും മാതാപിതാക്കളുടെ കണ്ണ് തുറക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ എന്നും, കുഞ്ഞുങ്ങൾ യുവ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ധൈര്യമൊന്നും പ്രയോജനപ്പെടാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനുള്ള ശ്രദ്ധ കാണിക്കാനും സഹായകരമാകുന്ന
ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്കത് പ്രോത്സാഹനജനകമാണ് എന്ന് കൂടെ അറിയിച്ചുകൊണ്ട് നന്ദി.